ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലെ ഒരു സെറ്റിങ്സ് മതി നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുന്നത് തടയാനും നിങ്ങളുടെ മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകുന്നത് തടയാനും നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തുള്ള ഒരു സെറ്റിങ്സ് ശരിയാക്കിയാൽ മതി. അത് ഏത് സെറ്റിങ്സ് ആണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ ഇത് അറിഞ്ഞു വെക്കണം. ഈ സെറ്റിങ്സ് നിങ്ങൾ ശരിയാക്കി വെക്കണം. ഏതാണ് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ പ്ലേ സ്റ്റോറാണ് ഓപ്പൺ ചെയ്യുന്നത്. ഒരൊറ്റ സെറ്റിങ്സ് മതി. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിനകത്ത് നമ്മുടെ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ കാണുന്ന ഭാഗത്ത് സെറ്റിങ്സ് സെൻറ്റർ ഐക്കൺ വരും. ഈ സെറ്റിങ്സ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമതായിട്ട് കാണുന്ന നെറ്റ്വർക്ക് പ്രിഫറൻസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ പരിശോധിക്കുന്ന ആദ്യം മൊബൈൽ ഡാറ്റ എങ്ങനെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. നെറ്റ്വർക്ക് പ്രിഫറൻസ് ഉള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ സെറ്റിങ്സ് ഓപ്പൺ ആയി വരും. ഇവിടെ ഏറ്റവും മുകളിൽ ആപ്പ് ഡൗൺലോഡ് പ്രിഫറൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് 3 ഓപ്ഷനാണുള്ളത്. ഒന്നാമത്തെ ഓവർ ആനി നെറ്റ്വർക്ക് എന്നും, രണ്ടാമത്തെ ഓവർ വൈഫൈ ഉള്ളി എന്നും, മൂന്നാമത്തെ ആസ്ക് മീ എവരി ടൈം എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ ഏറ്റവും നല്ലത് ആസ്ക് മീ എവരി ടൈം എന്നുള്ളിടത്ത് വെക്കുക. നിങ്ങൾക്ക് ഓരോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വരുമ്പോഴും അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമ്മളോട് ചോദിക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ആവശ്യമുള്ള ആപ്പാണെങ്കിൽ നിങ്ങൾ മാത്രം ഓക്കെ കൊടുക്കുക. ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് കളഞ്ഞാൽ മതി. അത് നിങ്ങൾക്ക് അതിൻ്റെ ഇൻ്റർനെറ്റ് സേവ് ചെയ്യാൻ സാധിക്കും. സാധാരണ എല്ലാവരും മുകളിൽ കാണുന്ന ഓവർ അന്യ നെറ്റ്വർക്ക് എന്നുള്ളിടത്ത് വെക്കും. ഇവിടെ വെച്ചാലുള്ള പ്രശ്നം, നിങ്ങൾ എപ്പോൾ ഓൺലൈനിൽ വരുന്ന സമയത്ത് ഏതൊക്കെ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാനുണ്ടോ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ അപ്ഡേറ്റ് ചെയ്യും. ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഇൻ്റർനെറ്റ് പെട്ടെന്ന് തീർന്നു പോകും. കാരണം നിങ്ങൾക്ക് ഒരു ആവശ്യവുമില്ലാത്ത ആപ്പുകളുണ്ടാകും. അതൊക്കെ കൃത്യസമയത്ത് അപ്ഡേറ്റ് നടക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം തടയുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഏറ്റവും അവസാനത്തിലുള്ള ആസ്ക് മീ എവരി ടൈം എന്നുള്ള ഓപ്ഷനിൽ നമ്മോട് ചോദിക്കാതെ ഒരു ആപ്പും അപ്ഡേറ്റ് ആകില്ല. ആവശ്യമുള്ള ആപ്പുകൾക്ക് മാത്രം പെർമിഷൻ കൊടുത്ത് അപ്ഡേറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. രണ്ടാമത്തത് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഓരോ ആപ്പ് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഏത് മുഖേനയാണെന്ന്, വൈഫൈ മുഖേനയാണോ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഉപയോഗിച്ചാണോ എന്നുള്ളതാണ്. ഏറ്റവും മുകളിൽ അപ്ഡേറ്റ് ഓൾ ആപ്സ് ഓവർ വൈഫൈ ഓർ മൊബൈൽ ഡാറ്റ എന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വൈഫൈയിലാണെങ്കിലും മൊബൈൽ ഡാറ്റയിലാണെങ്കിലും നിങ്ങളുടെ ആപ്പുകൾ അപ്ഡേറ്റ് ആകും. അപ്പോൾ അത് അപകടമാണ്. നിങ്ങളുടെ മൊബൈൽ ഡാറ്റയിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ ആപ്പുകൾ അപ്ഡേറ്റ് ആയാൽ നിങ്ങളുടെ നെറ്റ് പെട്ടെന്ന് തീർന്നു പോകും. ഇവിടെ രണ്ടാമത്തെ അപ്ഡേറ്റ് വിത്ത് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മൊബൈൽ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്താലും ഇത്തരത്തിൽ നമ്മുടെ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകും. ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ആപ്പും ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകില്ല. ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്താൽ ചില ആളുകൾ ചോദിക്കും, ഇത്തരത്തിൽ നമ്മുടെ ആപ്പുകളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഓട്ടോ അപ്ഡേറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്കൊരു ആപ്പ് അപ്ഡേറ്റൊക്കെ വന്നാൽ, പ്രത്യേകിച്ച് വാട്സപ്പൊക്കെ അപ്ഡേറ്റ് വന്നാൽ എങ്ങനെ നമ്മൾ അറിയുന്നത്? അപ്പോൾ അതിനൊരു ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും മുകളിൽ ജനറൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും സെറ്റിങ്സിൻ്റെ. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ രണ്ടാമത് കാണുന്ന അപ്ഡേറ്റ് അവൈലബിൾ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇത് ഓഫ് ആണെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഓരോ ആപ്പുകൾ അപ്ഡേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ മനസ്സിലാക്കി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോ അപ്ഡേറ്റ് വരുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും. ഇവിടെ ആസ്ക് മീ എവരി ടൈം എന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യം നമ്മൾ സെറ്റ് ചെയ്താൽ ഓരോ ആപ്പ് അപ്ഡേറ്റ് വരുമ്പോൾ നമ്മൾ അറിയിക്കുകയും അത് ഓപ്പൺ ചെയ്ത് നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഇതാണ് മൊബൈൽ ഡാറ്റ സേവ് ചെയ്യാനുള്ള ഒരു സെറ്റിങ്സ്. ഇനി നമ്മുടെ മൊബൈൽ ഫോണിലെ ബാറ്ററി സേവ് ചെയ്യാനുള്ള സെറ്റിങ്സ് ഇതിനകത്ത് തന്നെയാണ്. നമ്മുടെ പ്ലേ സ്റ്റോറിൻ്റെ വലതുഭാഗത്തുള്ള പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സെറ്റിങ്സ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇതേ സെറ്റിങ്സിനകത്ത് തന്നെ ഏറ്റവും മുകളിൽ ജനറൽ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് തീം എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ തീം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുമ്പോൾ ഇവിടെ ഡാർക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഡാർക്ക് ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്താൽ മതി. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഡാർക്കിലേക്ക് മാറും. നിങ്ങളുടെ ബ്രൈറ്റ്നസ് കുറയും. നിങ്ങളുടെ ബാറ്ററി പെട്ടെന്ന് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 2 സെറ്റിങ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊബൈൽ ഫോണിൽ ചെയ്തു വെക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.